പഴശ്ശി പദ്ധതിയുടെ ഭാഗമായ കനാലിന് സർക്കാർ അടിയന്തര പ്രാധാന്യം നൽകണമെന്ന് എംഎൽഎ വി കെ സനോജ്. പതിറ്റാണ്ടുകൾക്ക് മുൻപ് നിർമ്മിച്ച കനാലിലെ ടണലുകൾ അടഞ്ഞതാകാം അപകടത്തിന് കാരണം. ഈ പരിസരത്ത് തന്നെ ഇനിയും 6ഓളം തുരങ്കങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ സർക്കാർ ശാസ്ത്രീയ പഠനം നടത്തി തുരങ്കങ്ങൾ പുനർനിർമ്മിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഇനിയും ഉണ്ടാകാമെന്നും എംഎൽഎ അപകട സ്ഥലം സന്ദർശിച്ച ശേഷം ഗ്രാമിക ന്യൂസിനോട് പറഞ്ഞു. കാരയിൽ ഈ കനാൽ അപകടം ഉണ്ടായ പ്രദേശത്ത് എംഎൽഎ സന്ദർശിക്കുകയാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ടത് 4 വീടുകളിൽ വെള്ളം കയറിയതാണ്. ഇപ്പോൾ മറ്റൊരു വീടിന്റെ മുറ്റത്തേക്ക് വെള്ളം അടിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാനുള്ളത്. ഈ പ്രദേശം ഇപ്പോൾ എംഎൽഎ സന്ദർശിക്കുകയാണ്. അല്ല ഈ വീട്ടിലെ വെള്ളം ഒഴിവാക്കാൻ വേണ്ടി ഇനിയിപ്പോ ഈ കനാൽ കട്ട് ചെയ്യുന്നു. കനാലിന്റെ വെള്ളം ഇങ്ങോട്ടേക്ക് അതേ ചോദിച്ചാൽ അത്ര തോട് ക്ലിയർ ചെയ്താണോ അനി പറയുന്ന ഉറപ്പില്ല. അങ്ങോട്ട് വെള്ളം കയറുമല്ലോ പെട്ടെന്ന്. മൂന്നാമത്തേനാണ് മൊത്തം ആ മതില് പൊട്ടിയ ശേഷമാണ് വീടിന് വെള്ളം വണ്ടി എത്തിയില്ല വരുന്നത്. ഓരോ കൊല്ലം കഴിയുമ്പോൾ അനുഭവിക്കും. 77 കമ്മീഷൻ 77 മൊറാർജി ദേശായി കമ്മീഷൻ ചെയ്തല്ലേ? 40 വർഷമല്ലേ? ഇവിടെ ഇപ്പൊ ഇവര് പറയുന്നത് ഈ പ്രദേശത്ത് തന്നെ 5ൽ കൂടുതൽ ടണലുകളുണ്ട്. ഒരു ടണലാണ് ഇപ്പൊ പൊട്ടിയത്. ഈ ഭൂമിയുടെ ഘടനയിൽ തന്നെ വലിയ മാറ്റം വന്നിട്ടുണ്ട്. അപ്പൊ വെള്ളം പഴയതുപോലെ 40 വർഷങ്ങൾക്ക് മുന്നേ ഉണ്ടാക്കിയ ടണലാണ്. അത് ടണൽ 60 വർഷത്തോളമായി. ടണൽ അടഞ്ഞു പോകുന്ന പ്രശ്നമുണ്ട്. അപ്പൊ വെള്ളം മാത്രം ഈ ടണലിന്റെ മുകളിൽ കൂടിയാണ് ഈ കനാല് പോകുന്നത്. അപ്പൊ ടണലില് നേരത്തെയുള്ള 60 വർഷം മുന്നേ ഉണ്ടാക്കിയുള്ള ടണൽ അമർന്നു പോകുമ്പോൾ കനാൽ ഉൾപ്പെടെ അങ്ങ് അമർന്നു പോവുകയാണ്. അതിന് ദുരന്തമാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്. പഴശ്ശി പദ്ധതിയോട് തന്നെ ഗവൺമെന്റ് സ്വീകരിക്കുന്ന സമീപനം ഉണ്ട്. അപ്പോൾ ചെറിയ തുകയൊന്നും നീക്കി വെച്ചാൽ പോരാ.
അപ്പോൾ നല്ല നിലയിൽ ഈ കാര്യങ്ങൾ പഠനം നടത്തി ഈ ടണലുകളെല്ലാം പുനർനിർമ്മിക്കാൻ ആവശ്യമായിട്ട് ഇടപെടൽ നടത്തിയിട്ടില്ലെങ്കിൽ ഒരുപാട് വീടിന് ജീവന് തന്നെ അപായമുണ്ടാകുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളത്. അതുകൊണ്ട് കാലാവസ്ഥയിൽ ഉൾപ്പെടെ വന്നിട്ടുള്ള ഈ മാറ്റമെല്ലാം പരിഗണിച്ച് സമഗ്രമായിട്ടുള്ള പദ്ധതി ഗവൺമെന്റ് തയ്യാറാക്കണം. പഴയ ടണലുകളെല്ലാം പുനർനിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യണം. ശാസ്ത്രീയമായിട്ടൊരു പഠനം നടത്തി ഈ കാര്യങ്ങൾ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകണം. അതുപോലെ തന്നെ ഇപ്പം മുൻപ് 2018 ഉണ്ടായ സമയത്ത് തന്നെ അത് നിർമ്മാണം പൂർത്തീകരിക്കണം. പ്രത്യേകിച്ച് ഇവിടെ ഇപ്പോൾ റോഡ് കൂടി ഇപ്പോൾ പൂർണ്ണമായിട്ട് ഒഴിവാകും. ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾക്ക് സഞ്ചാരം കൂടി തടയുന്ന ഒരു സാഹചര്യം. അപ്പൊ അത് അടിയന്തര പ്രാധാന്യത്തിൽ ഇടപെടേണ്ട കേസാണ്. അടിയന്തര പ്രാധാന്യത്തിൽ ഇടപെടണം. കാരണം മഴ തുടരുകയാണ്. അപ്പൊ ഇതുപോലെയുള്ള ഒരു ടണലും കൂടി പൊട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇവിടെ വെള്ളം വലിയ പ്രശ്നമായിരിക്കും. അത്രയും വീടുകളിൽ വെള്ളം കയറുന്ന നിലയുണ്ടാവും. അതുകൊണ്ട് സർക്കാർ അടിയന്തര പ്രാധാന്യത്തിൽ ഇടപെടേണ്ട ഒരു കേസാണ്. MLA പറയുന്നതും ഈ തരത്തിൽ തന്നെയാണ്. പ്രത്യേകിച്ച് അടിയന്തര പ്രാധാന്യത്തോടു കൂടി ഈ പ്രശ്നത്തിന് പരിഹാരം കാണണം. പ്രത്യേകിച്ച് 60 വർഷത്തോളം മുൻപുണ്ടാക്കിയ ഒരു പദ്ധതിയിൽ ഇത്തരത്തിലുള്ള ഒരു സാഹചര്യം ഉണ്ടാവുകയാണ്. ഈ നിലവിൽ 2018 ഒരു ടണൽ പൊട്ടുന്നു. ഇപ്പോൾ ഇതാ 2026 തൊട്ടടുത്ത് ഏകദേശം ചെറിയൊരു ദൂരത്തിന്റെ അകലത്താണ് വീണ്ടും ഒരു ടണൽ പൊട്ടിയിരിക്കുന്നത്. ഈ കാണുന്ന വീട്ടിൽ ടണലിന്റെ താഴ്ഭാഗത്തെ കൂടി വെള്ളം ഒഴുകിയാണ് ഈ ഭാഗത്തേക്ക് വീട്ടിലേക്ക് വെള്ളം കയറുന്നത്. വീടിന്റെ മതിൽ ഉൾപ്പെടെ ഇടിച്ചു തകർത്തുകൊണ്ടാണ് വെള്ളം വീടിനുള്ളിലേക്ക് കയറിയത്. വീടിനുള്ളിൽ കയറിയ വെള്ളം വീടിന് പുറകുവശത്തുള്ള മതിൽ ഇടിഞ്ഞതിന് ശേഷമാണ് വെള്ളം അല്പമെങ്കിലും വീടിൽ നിന്ന് പുറത്തേക്ക് ഒഴുകിയിരിക്കുന്നത്. പുതുതായി എടുത്തൊരു വീടാണ്. ആ വീടിന്റെ ഉടമസ്ഥൻ കൂടി നമ്മുടെ ശരിയാണ്. ഇതെന്താണ് സംഭവം ഉണ്ടായിരുന്നത്? എത്ര മണിക്കായത്? സംഭവം ഇതൊരു 10-10:30 മണിക്കാണ് സംഭവം ഉണ്ടായത്. കാരണം നമ്മൾ അടുക്കള ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ സ്ഥലത്തുണ്ട്. അപ്പോൾ അവിടെ ചെയ്തു. പിന്നെ വെള്ളം ഫുള്ളാക്കിയിട്ട് പിന്നെ നിന്നു. പിന്നെ 3ാമത്തെ ട്രിപ്പിൽ മറ്റേ മതിലടക്കം അടിച്ച് പൊട്ടി. നമ്മളെല്ലാം ഇതിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കുറേ ആൾക്കാരുണ്ട്. 4-5 ആളുണ്ട് ഇത് വൃത്തിയാക്കുന്നില്ല. പിന്നെ രണ്ടാമത് ഇങ്ങനെ സംഭവിക്കുന്ന അറിയില്ലല്ലോ. രണ്ടാമത് പിന്നെ എപ്പോഴും പൊട്ടിയായിരുന്നു. പൂർണ്ണമായിട്ട് വീട്ടിലേക്ക് വെള്ളം കയറി. വീട്ടിലേക്ക് മൊത്തമായിട്ട് കയറിയിട്ടുണ്ട്. 6 വള്ളം വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അത് ആ സൈഡ് ഭാഗത്ത് മതിൽ ഇടുന്ന പോലെ ആയതുകൊണ്ട് പിന്നെ നീക്കിപ്പോയി വെള്ളം. ഇതിപ്പം വീട്ടിൽ ആളുകൾ ഉണ്ടായിരുന്ന സമയത്ത് ആളെല്ലാം അവർക്ക് ഒഴിവാക്കി. അതിന് മുമ്പായിട്ട് ഫസ്റ്റിലത്തെ വെള്ളത്തിൽ തന്നെ ആളെല്ലാം അങ്ങോട്ടേക്ക് മാറ്റി. ഇപ്പം നാശനഷ്ടം കണക്കാക്കുകയാണെങ്കിൽ എന്താണ് അടുത്തടുത്ത് വീടാണ്. അടുത്തടുത്ത് 3 കൊല്ലമായിട്ട് 4 കൊല്ലം വീട്ടുപകരണങ്ങളൊക്കെ നശിക്കുന്ന സാഹചര്യം തന്നെയാണ്. കുറച്ച് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഫുള്ളായിട്ട് മണ്ണും മറ്റു ഇതല്ലല്ലോ. ഫുള്ള് മണ്ണും മറ്റു കാര്യങ്ങളല്ലല്ലോ. രാത്രി പഞ്ചായത്ത് അധികൃതരും ബാക്കിയുള്ള ആളുകളൊക്കെ എത്തിയിട്ടുള്ള ചെയ്തത് അവര് വന്നിട്ട് അന്ന് കയറാൻ പറ്റിയിട്ടില്ല. അത് നോക്കിയിട്ടും പിടിച്ചിട്ടൊന്നുമില്ല. ഈ ഭാഗത്ത് ശക്തമായ ഒരു വെള്ളം ഇതിനെക്കാട്ടും കൂടുതൽ ഉണ്ടായിരുന്നില്ല. ഉണ്ടായിരുന്നു. ഇതിനകത്തും കൂടുതലുണ്ട്. ഫുള്ളായിട്ട് വെള്ളം ഉണ്ടായിരുന്നു. ഇതിന് അറിയോളം വെള്ളം ഉണ്ടായിരുന്നു. ഫുള്ളും മതിലടക്കം വെച്ച് കല്ലെല്ലാം ഇതാക്കിയതായിരുന്നു. ഇതാണ് ഈ ഒരു മേഖലയുടെ സാഹചര്യം. ഇദ്ദേഹത്തിന്റെ വീടാണ് ഈ കാണുന്നത്. ഇദ്ദേഹം പറയുന്നതനുസരിച്ച് ഇന്നലെ രാത്രിയോടുകൂടി ശക്തമായ വെള്ളം വീട്ടിലേക്ക് കുത്തിയൊലിക്കുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ MLA അല്പം മുമ്പ് നമ്മൾ പ്രതികരിച്ചതും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഇത്രയേറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് 60 വർഷത്തോളം മുൻപുണ്ടാക്കിയ ഒരു കനാലിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ ഒളിഞ്ഞിരിക്കുന്നു എന്നുള്ള കാര്യങ്ങൾ പരിശോധിക്കണം. അടിയന്തരമായി സർക്കാർ ഈ ഒരു വിഷയത്തിൽ ഇടപെടണമെന്ന് തന്നെയാണ് MLA സംഭവസ്ഥലം സന്ദർശിച്ച ശേഷം നമ്മോട് പ്രതികരിച്ചിരിക്കുന്നത്. ഈ സംഭവ സ്ഥലത്തു നിന്നും ക്യാമറമാൻ അരുൺ ജനാർദ്ദനൊപ്പം ജിസ്കീഷ് കാക്കര, ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.